ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇവർക്കും മിലു കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ്. നമ്മൾ ഒരുപാട് രീതിയിൽ ഇഞ്ചിപ്പുളി വയ്ക്കും, പക്ഷേ ഇന്നൊരു വ്യത്യസ്ത രീതിയിലാണ് അമ്മ ഇഞ്ചിപ്പുളി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില, അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ഒരു സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയുമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ 2-3 പീസ് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. തീ എപ്പോഴും നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലെ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞതാണ്, വാളംപുളി പിഴിഞ്ഞത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഇഞ്ചിപ്പുളിക്ക് നന്നായിട്ട് പുളി വേണം. അതിന് ഞാനൊരു നാരങ്ങ വലിപ്പത്തിലാണ് പുളി പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടി ഞാനിവിടെ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റിച്ച് ഇത് നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ഇത് കുറുക്കി എടുക്കാം. ഇഞ്ചിപ്പുളി നന്നായിട്ട് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ച് വേണമെങ്കിലും എടുക്കാം. ഇത്രയും കുറുക്കി വേണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളമായിട്ട് വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ്, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഉണ്ട്, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തു. നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ഇഞ്ചിപ്പുളി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഇഞ്ചിപ്പുളിയാണിത്. വളരെ ടേസ്റ്റുമാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.